അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ പഠന ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറെ പ്രയാസകരമായ സന്ദർഭത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. ശക്തമായ മഴ കാരണം ധാരാളം പ്രയാസങ്ങൾ നമ്മുടെ കൂട്ടത്തിലെ പല ആളുകൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിനപ്പുറമുള്ള ആസാം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രളയ ദുരിതം മൂലം അനേകായിരം മനുഷ്യർ പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ അവരുണ്ടാകണം. ഈ മഴക്കാലത്ത് അപകടങ്ങൾക്ക് സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ ഭരണകൂടങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം. നമ്മുടെ പരിസരങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടിലുള്ളവരുടെ അവസ്ഥകൾ നാം പരിഗണിക്കണം. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാകും. ഓരോ ദിവസവും അധ്വാനിച്ച് അതുകൊണ്ട് ജീവിക്കുന്ന പല ആളുകളുമുണ്ട് നമ്മുടെ ഇടയിൽ. ഒരുപക്ഷെ ഈ പ്രതിസന്ധിയുടെ ഈ സന്ദർഭത്തിൽ ജോലിക്ക് പോകാൻ കഴിയാതെ, അല്ലെങ്കിൽ ജോലിയില്ലാതെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ടാകും. അത്തരം ആളുകളെക്കുറിച്ച് അന്വേഷിക്കാനും അവരെ സഹായിക്കാനുമൊക്കെ നാം ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സുരക്ഷിതരാകുവാനും അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പഠന ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ 22 ആയത്തുകൾ, സൂറത്തുൽ മുഅ്മിനൂനിലെ 22 ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ആ ആയത്തുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, 22 ആയത്തുകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം വരിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അധ്യായം ആരംഭിക്കുന്നത്. വിജയിക്കുന്ന ആളുകളുടെ ഗുണങ്ങൾ അല്ലാഹു വിശദീകരിച്ചു തന്നു. അവർ സ്വർഗത്തിലാണ്. ഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാകുന്നു ഫായിസുകളായ ആളുകൾ, വിജയം വരിക്കുന്ന ആളുകൾ. ആ വിജയമെന്ന് പറഞ്ഞാൽ അത് സ്വർഗമാണ് എന്ന് റബ്ബ് വിശദീകരിച്ചു. അതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച്, മനുഷ്യനെന്ന അത്ഭുതത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചൊക്കെ അല്ലാഹു പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ 23 വരെയുള്ള ആയത്തുകളിൽ വിജയികളെക്കുറിച്ചും അല്ലാഹുവിൻ്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചുമൊക്കെയാണ് മനസ്സിലാക്കിയത് എങ്കിൽ 23ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞു തുടങ്ങുകയാണ്. ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, അതിൽ പേര് പറയുന്നത് വളരെ ചുരുക്കം ചില ആളുകളുടേതാണ്. എങ്കിലും അമ്പിയാക്കളുടെ ചരിത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 23ാമത്തെ ആയത്ത് മുതൽ 50 വരെയുള്ള ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ചരിത്രം പറഞ്ഞു തുടങ്ങാൻ അല്ലാഹു എടുത്തിരിക്കുന്നത് മഹാനായ നൂഹ് നബിയുടെ ചരിത്രമാണ്. നൂഹ് നബിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് 23 മുതൽ 30 വരെയുള്ള ആയത്തുകളിലൂടെ, അഥവാ 8 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയുടെ ചരിത്രമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, നമ്മുടെ മനസ്സിലുണ്ടാകണം, നമ്മൾ സൂറത്തുൽ മുഅ്മിനൂനാണ് പഠിക്കുന്നത്. 22 ആയത്തുകൾ. ആ 22 ആയത്തുകളിൽ വിജയികളെക്കുറിച്ച്, പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചൊക്കെ അല്ലാഹു പറഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെള്ളവുമായി ബന്ധപ്പെട്ട അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രവാചകന്മാരുടെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
എന്താണ് അള്ളാഹു പറയുന്നത്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ആയത്ത് മാത്രമാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്, 23-ാമത്തെ ആയത്ത് മാത്രം. എന്താണ് ആയത്ത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി അഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. വളരെ ലളിതമായ, നമുക്കെല്ലാവർക്കും മനഃപ്പാഠമാക്കാൻ പറ്റുന്ന ഒരു വചനമാണ് ഈ ആയത്ത്. ചെറിയ ചെറിയ വാക്കുകളാണ്, എന്നാൽ വലിയ ആശയങ്ങൾ ഈ ആയത്തിലുണ്ട്. എന്താണ് ആയത്തിൻ്റെ അർത്ഥം? തീർച്ചയായും നൂഹ് നബിയെ അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് നാം ദൂതനായി അയക്കുകയുണ്ടായി. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി. നൂഹിനെ നാം അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് പ്രവാചകനായി, ദൂതനായി അയക്കുകയുണ്ടായി. ഫഖാല യാ ഖൗമി അഅ്ബുദുല്ലാഹ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവിൻ. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ദൈവവുമില്ല. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. ഇനി നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ? നിങ്ങൾ തഖ്വ കാണിക്കുന്നില്ലേ? സൂക്ഷ്മത പാലിക്കുന്നില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ആ ആയത്തിൻ്റെ വാക്കർത്ഥം വലഖദ്, തീർച്ചയായും, അർസൽനാ, അർസല അയച്ചു, അർസൽനാ നാം നിയോഗിച്ചു, നൂഹൻ നൂഹ് നബിയെ, ഇലാ ഖൗമിഹി, ഖൗമ് ജനത, ഇലാ ഖൗമിഹി അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക്. ഫഖാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കാല പറഞ്ഞു, ഫഖാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ഖൗം, യാ നിദ ആണ്, വിളിയാണ്, യാ ഖൗം എൻ്റെ ജനങ്ങളെ, അഅ്ബുദുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവിൻ, അള്ളാഹുവിനെ ആരാധിക്കുവിൻ. മാ ലക്കും നിങ്ങൾക്കില്ല, മാ ലക്കും നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ ഒരു ദൈവവും ഗൈറുഹു അവനല്ലാതെ, അഫലാ തത്തഖൂൻ അതിനാൽ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ, തഖ്വ കാണിക്കുന്നില്ലേ? ഇതാണ് ഈ ആയത്തിൻ്റെ വാക്കർത്ഥമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിതിൻ്റെ തഫ്സീർ പഠിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകൻ്റെ ചരിത്രം പറയാണ്. അപ്പോൾ നമ്മൾ ആ പ്രവാചകനെ മനസ്സിലാക്കണം, ആരാണ് ആ നബി എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മുഫസ്സിറുകൾ അവരെല്ലാവരും പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് നിയോഗിച്ച ആദ്യത്തെ പ്രവാചകൻ, ആദ്യത്തെ ദൈവദൂതൻ അതാരാ? അത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമാണ്. ആദ്യത്തെ മനുഷ്യൻ ആദം നബിയാണ്, ആദ്യത്തെ നബി ആദം നബിയാണെങ്കിൽ സംശയമല്ല. പക്ഷേ റസൂല് എന്ന് പറഞ്ഞാൽ ദഅവത്തുമായി കടന്നു വന്ന, ഒരു സമൂഹത്തിലേക്ക് ദഅവത്ത് നടത്താൻ വേണ്ടി വന്ന ഒന്നാമത്തെ റസൂൽ, ഒന്നാമത്തെ ദൈവദൂതൻ അതാരാണ്? അത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമാണ് എന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ നൂഹ് ഇന്നക അൻത അവ്വലുർ റുസുലി ഇലാ അഹ്ലിൽ അർദ്. ഓ നൂഹ്, തീർച്ചയായും താങ്കളാണ് ഭൂമിയിലുള്ളവരിലേക്ക് അയക്കപ്പെട്ട ആദ്യത്തെ റസൂല്. ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട ആദ്യത്തെ റസൂൽ ആരാ? നൂഹ് നബിയാണ് എന്ന് നൂഹ് നബിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നോക്കൂ നിങ്ങൾ, നൂഹ് നബിയുടെ മഹത്വം എന്താ? ഒന്നാമത്തെ റസൂലാണ് ആര്? നൂഹ് നബി അലൈഹിസ്സലാം ഒന്നാമത്തെ റസൂലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്മാരിൽ അവർ വ്യത്യസ്തരായ ദറജകളുള്ള ആളുകളാണ്. എല്ലാ പ്രവാചകന്മാരും അള്ളാഹു തിരഞ്ഞെടുത്തവരാണ്, അമ്പിയാക്കളാണ്, സംശയമല്ല. എന്നാൽ ആ പ്രവാചകന്മാരിൽ ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. അപ്പോൾ അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരായ പ്രവാചകന്മാർ ഉലുൽ അസ്മിൽപ്പെട്ട ദൃഢമനസ്കരായ പ്രവാചകന്മാർ എന്ന് പറയും. അവരാരാ? അവർ 5 പേരാണ്. അതിലൊന്നാരാ? നൂഹ് നബിയാണ്. അതേപോലെ തന്നെ പിന്നെ ഇബ്രാഹിം നബിയുണ്ട്, പിന്നെ മൂസ നബിയുണ്ട്, ഈസാ നബിയുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. ഈ 5 പ്രവാചകന്മാർ ഇവരാരാണ്? ഇവർ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ എന്ന് പറയും. അപ്പോൾ ആ ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള 5 ആളുകളെ എടുത്താൽ ആ 5 ആളുകളിൽ ഒരാൾ ആരാണ്?
മഹാനായ നൂഹ് നബി അലൈഹി സ്വലാമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് നൂഹ് ബിൻ ലാമിക്, ലാമിക് എന്നാണ്, വേറെയും പേരുകൾ അതിലേക്ക് ചേർത്ത് വേറെ പല പേരുകളും കാണാം. എന്തായാലും മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തിയൊരു പേര് എന്ന നിലയിൽ നൂഹ് നബിയെക്കുറിച്ച് നൂഹ് ബിൻ ലാമിക് എന്നാണ് എന്ത് ചെയ്യുന്നത് കാണാം, ലാമിക് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഹാഫിദ് ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ ബിദായ വൻ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് നൂഹ് നബി അലൈഹിസ്സലാമിന് പ്രധാനമായും 4 മക്കളാണ് ഉണ്ടായത്. ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, തർക്കങ്ങളുടെ വിഷയങ്ങളാണ്. പക്ഷേ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് നമ്മൾ പറഞ്ഞു പോവുകയാണ്. ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ 4 മക്കളുണ്ട്. അതിൽ ഒന്ന് സാം എന്ന് പറയുന്ന മകൻ, ഹാം എന്ന് പറയുന്ന മകൻ, അതേപോലെ തന്നെ യാഫിസ് എന്ന് പറയുന്ന മകൻ, അതേപോലെ തന്നെ കെൻആൻ അല്ലെങ്കിൽ യാം എന്ന് പറയുന്ന മകൻ. കെൻആൻ എന്നാണ് ആ മകനെ കുറിച്ച് അറിയപ്പെട്ടത്. ഇതിൽ കെൻആൻ എന്ന് പറയുന്ന മകൻ വിശ്വാസം സ്വീകരിക്കാതെ വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി. ആ വെള്ളപ്പൊക്കത്തിൽ അദ്ദേഹം വിളിച്ചപ്പോൾ കപ്പലിലേക്ക് കയറാതെ ഞാൻ മലമുകളിൽ കയറാന്നൊക്കെ പറഞ്ഞല്ലോ, ആ മകനാണ് കെൻആൻ എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. വജഅൽനാ ദുർരിയതഹു ഹുമുൽ ബാഖീൻ എന്ന സൂറത്തു സ്വാഫാത്തിലെ 77-ാമത്തെ ആയത്ത്, അദ്ദേഹത്തിൻ്റെ സന്തതികളെ തന്നെയാണ് നാം അവശേഷിച്ചവരാക്കിയത് എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം തൊബരി പറയുന്നത്, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും സാം, ഹാം, അതേപോലെ തന്നെ യഫാത്ത് എന്ന് പറയുന്ന ആ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് എന്നാണ് ആര് പറയുന്നത്, മഹാനായ ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത്. നൂഹ് നബിയുടെ ഭാര്യ അവർ സത്യവിശ്വാസം സ്വീകരിക്കാത്തവരായിരുന്നു, അവിശ്വാസികളെ സഹായിച്ചവരായിരുന്നു. സൂറത്തു തഹരീമിൽ അള്ളാഹു അവരെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ചരിത്രത്തിലേക്ക് വിശാലമായി പോകുന്നില്ല. സൂറത്തു തഹരീമിൽ എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു ആ കാര്യങ്ങളൊക്കെ വളരെ വിശാലമായി കൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഇനി നൂഹ് നബി കടന്നു വന്ന സമൂഹം എന്ന് പറയുന്നത് നമ്മളതാണ് പഠിക്കേണ്ടത്. നൂഹ് നബി കടന്നു വന്ന സമൂഹം ആദം നബിക്കും അതേപോലെ തന്നെ നൂഹ് നബിക്കുമിടയിൽ 10 നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ടെന്ന് പറയാം. 10 നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട്. ആദം നബി വന്ന് പിന്നെ നൂഹ് നബി വരുമ്പോൾ ആ കാലയളവ് എത്രയാ? 10 നൂറ്റാണ്ട്, 1000 വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. അതിൽ മുഫസ്സിറുകളൊക്കെ പറയുന്നത് അവരെല്ലാവരും ഈ 10 നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകളൊക്കെ എന്തിലായിരുന്നു? തൗഹീദിൽ, ഉമ്മത്തൻ വാഹിദ, ഒരേക സമുദായമായിരുന്നു, ഒരൊറ്റ സമുദായമായിരുന്നു, അള്ളാഹനെ മാത്രം ആരാധിക്കുന്ന ആളുകളായിരുന്നു. എന്നാൽ പിൽക്കാലഘട്ടങ്ങളിൽ അവർക്ക് വ്യതിയാനം സംഭവിച്ചു, അവർക്ക് മാറ്റങ്ങൾ സംഭവിച്ചു. അവരെന്ത് ചെയ്തു? അവർ വ്യതിചലിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ വ്യതിചലിച്ചപ്പോഴാണ് ഏകനായ പടച്ചതമ്പുരാനെ മാത്രം ആരാധിക്കുക എന്ന തൗഹീദിൽ നിന്ന് അവർക്ക് വ്യതിയാനം സംഭവിച്ചപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നൂഹ് നബിയെ നിയോഗിക്കുന്നത്. നൂഹ് എന്ന് പറയുന്ന പ്രവാചകൻ കടന്നു വരുന്നത് അങ്ങനെയാണ്. അവർ മനുഷ്യരെ അമിതമായി ബഹുമാനിക്കുകയും സ്വാലിഹുകളായ ആളുകളുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവരിൽ ആരാധനകൾ അർപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് അവർ വഴി തെറ്റിയത്. ആ വഴിയെ തെറ്റിയത് കാരണമാണ്, ഭൂമിയിൽ ആദ്യമായി ഷിർക്ക് സംഭവിച്ചത് കാരണമാണ് അള്ളാഹു നൂഹ് നബിയെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ലോകത്ത് ആദ്യമായി ഷിർക്ക് സംഭവിച്ചത് എവിടുന്ന? ആദം നബിയുടെ പരമ്പര എങ്ങനെ ജീവിച്ചു വന്നു. നൂഹ് നബി അലൈഹി സ്വലാം അദ്ദേഹം വരാൻ കാരണമായത് ആ സമൂഹത്തിൽ പിഴവ് സംഭവിച്ചപ്പോഴാണ്, ആദർശത്തിൽ വ്യതിയാനം സംഭവിച്ചപ്പോഴാണ്. മഹാനായ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വാചകം ഉദ്ധരിക്കുന്നുണ്ട്. കാന ബൈന ആദമ വ നൂഹിൻ അശറതു ഖുറൂനിൻ കുല്ലുഹും അലൽ ഇസ്ലാം. ആദമിൻ്റെയും നൂഹിൻ്റെയും ഇടയിൽ 10 നൂറ്റാണ്ടുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇസ്ലാമിലായിരുന്നു. ഇമാം ബുഖാരി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്ത് നൂഹിൽ പരാമർശിച്ച വദ്, സുവാ, യഊസ്, യഊഖ്, നസ്ർ, ഈ ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരായ ആളുകളാണ് ഇവർ. മഹത്തുക്കളായ ആളുകളായിരുന്നു, നല്ല മനുഷ്യന്മാരായിരുന്നു. എന്നാൽ അവർ മരണപ്പെട്ടപ്പോൾ പിശാച് എന്ത് ചെയ്തു? ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ദുർബോധനം നൽകി അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി. അത് ആദ്യം പറഞ്ഞത് ഓർക്കാൻ വേണ്ടി എന്നാണ്. ഇങ്ങനെയൊക്കെ ചില ആൾക്കാർ ഇവിടെ കടന്നു പോയിട്ടുണ്ട്, അത് ഓർക്കാൻ വേണ്ടി, സ്മരിക്കാൻ വേണ്ടി. പിന്നീട് ആ തലമുറ കഴിഞ്ഞപ്പോൾ അവരെന്തിനാണ് ഈ വിഗ്രഹമുണ്ടാക്കിയത് എന്നറിയാത്ത, രൂപങ്ങൾ ഉണ്ടാക്കിയത് എന്നറിയാത്ത ഒരു തലമുറ കടന്നു വരികയും ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ഈ പറയപ്പെട്ട മഹാത്മാക്കളായ മഹാന്മാരായ ആളുകളുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, അവരോട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പ്രാർത്ഥിക്കുന്ന, സഹായമർത്ഥിക്കുന്ന ഒരു സമൂഹം വന്നു. അങ്ങനെയാണ് എന്ത് ചെയ്തത്? ആ സമൂഹത്തിലേക്ക് ഷിർക്ക് കടന്നു വന്നത്.
നൂഹ് നബിയുടെ പ്രബോധനം നമ്മളെടുത്ത് വായിക്കുമ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം ഖുർആൻ പറയുന്നത് 950 വർഷക്കാലം നൂഹ് നബി എന്ത് ചെയ്തു? ദഅവത്ത് നടത്തിയതാണ്. 950 വർഷക്കാലം. ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമ. സൂറത്ത് അങ്കബൂത്തിലെ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. അങ്ങനെ 50 കുറഞ്ഞ 1000 വർഷം അഥവാ 950 വർഷം അദ്ദേഹം അവർക്കിടയിൽ കഴിച്ചു കൂട്ടിയതാണ്. ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമൻ. അങ്ങനെയാണ് അല്ലാഹു നൂഹ് നബിയെ കുറിച്ച് പറയുന്നത്. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയതാണ്, ജീവിച്ചു എന്നല്ല, ദഅവത്ത് നടത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എത്രയാണ്? നൂഹ് നബി അലൈഹി സ്വലാം എത്ര വർഷം ജീവിച്ചു? അദ്ദേഹത്തിൻ്റെ ആയുസ്സിനെ കുറിച്ച് വിവിധ അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഇമാം തൊബരി പറയുന്നത്, ഖതാദ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം എടുത്തുകൊടുത്ത് ഇമാം തൊബരി രേഖപ്പെടുത്തുന്നത് നൂഹ് നബി പ്രബോധനം നടത്തിയത് 950 വർഷമാണ്. പ്രബോധനത്തിന് മുമ്പുള്ളതും പ്രളയത്തിന് ശേഷമുള്ളതുമായ കാലം ഉൾപ്പെടെ ആകെ 1000 വർഷമാണ് ആര് ജീവിച്ചത്? നൂഹ് നബി ജീവിച്ചത് എന്നാണ് ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദന പ്രകാരം 40-ാമത്തെ വയസ്സിൽ നൂഹ് നബിക്ക് പ്രവാചകത്വം ലഭിച്ചു. 950 വർഷക്കാലം പ്രബോധനം നടത്തി. പ്രളയത്തിന് ശേഷം 60 വർഷം ജീവിച്ചു. അങ്ങനെ ആകെ 1050 വർഷം ചെയ്തു നൂഹ് നബി ജീവിച്ചു എന്നാണ് മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത്. നൂഹ് നബിയുടെ ജോലി എന്തായിരുന്നു? നൂഹ് നബി നജ്ജാർ, നൂഹ് നബി ആശാരിയായിരുന്നു, കാർപ്പൻ്റർ ആയിരുന്നു എന്നാണ്. കാരണം അദ്ദേഹം കപ്പലുണ്ടാക്കിയ ആളാണ്. ചില ഗദ്യങ്ങളിൽ കവിതകളിലൊക്കെ പ്രവാചകന്മാരുടെ ജോലികൾ വിശദീകരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു നല്ല ആശാരിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം കപ്പൽ നിർമ്മിച്ചു. അത് അദ്ദേഹത്തിൻ്റെ കഴിവാണ്. അള്ളാഹുവിൻ്റെ ഇതിന് പ്രകാരം, അനുമതി പ്രകാരം, അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരമാണ് അദ്ദേഹം ചെയ്യുന്നത് ആ കപ്പൽ നിർമ്മിക്കുന്നത്. മഹാനായ ഇമാം ഹാക്കിം ഉദ്ധരിച്ച സ്വഹീഹായ ഒരു അഥറിൽ നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും. കാന നൂഹൻ അലൈഹിസ്സലാം നജ്ജാറൻ വഹുവല്ലദി അമില സഫീന. നൂഹ് നബി ഒരു ആശാരിയായിരുന്നു, അദ്ദേഹമാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കപ്പൽ നിർമ്മിച്ചത് എന്നാണ് നൂഹ് നബിയുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ആയത്തെടുക്കുന്നതിന് മുമ്പ് നൂഹ് നബിയുടെ ചെറിയ ചരിത്രമാണ് പറഞ്ഞത്. അപ്പോൾ നൂഹ് നബിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ഏറെ പഠിക്കാനുള്ള, ഏറെ മനസ്സിലാക്കാനുള്ള ഒരു പ്രവാചകനാണ്. 950 വർഷക്കാലം ദഅവത്ത് നടത്തുക, മടി കൂടാതെ, അല്ലേ? നമുക്കൊക്കെ മടുപ്പ് വരും, പക്ഷെ ഒരു മടിയും കൂടാതെ നിരന്തരം ജനങ്ങളുടെ ഇടയിൽ ദഅവത്ത് നടത്തിയൊരു പ്രവാചകനായിരുന്നു അദ്ദേഹം. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്രമാത്രം കഷ്ടപ്പാടുകൾ അദ്ദേഹത്തിനാണ്. ഇൻഷാ അല്ലാഹ് നമ്മളത് വിശദീകരിക്കും. അപ്പോൾ ഇനി ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. എന്താ ആയത്തിൽ പറയുന്നത്? വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലകും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. ഒന്നാമത്തെ ഇതെന്താ? വലഖദ് അർസൽനാ നൂഹൻ, നൂഹിനെ നാം അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലേക്ക് നിയോഗിച്ചു. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വലഖദ് അർസൽനാ നൂഹൻ, നൂഹ് ആരാന്ന് മനസ്സിലായി. ആ നൂഹ് നബിയെ അള്ളാഹു എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ സമുദായത്തിലേക്ക്, സമൂഹത്തിലേക്ക് നിയോഗിച്ചു. ഇലാ ഖൗമിഹി. എന്നിട്ടോ ഫഖാല യാ ഖൗമി, ഫഖാല യാ ഖൗമി, അദ്ദേഹം എന്ത് ചെയ്തു? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സമൂഹത്തെ വിളിച്ചു. യാ ഖൗമി, എൻ്റെ സമുദായമേ. നൂഹ് നബി അലൈഹി സ്വലാം തൻ്റെ പ്രബോധിത സമൂഹത്തെ അഭിസംബോധന ചെയ്ത് എങ്ങനെയാണ്? യാ ഖൗം, എൻ്റെ ജനതയെ, എൻ്റെ ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തു. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഈ അഭിസംബോധന നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്മാർ, നൂഹ് നബി തന്നെ സൂറത്തു ആറാഫ്, സൂറത്ത് ഹൂദ്, സൂറത്ത് നൂഹ് തുടങ്ങിയ സൂറത്തിലൊക്കെ നൂഹ് നബി അദ്ദേഹത്തിൻ്റെ സമൂഹത്തെ വിളിച്ചത് യാ ഖൗമി എന്ന് പറയുന്ന അഭിസംബോധനയാണ്. അപ്പോൾ ഈ അഭിസംബോധന ഖൗമി, എൻ്റെ ജനത എന്നൊരു വിളിയുണ്ടല്ലോ, ആ വിളിയിൽ നിന്ന് ചിലത് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ തഫ്സീർ പഠിക്കുന്ന ആൾക്കാരാണ്, നമുക്കതിൽ ചിലത് മനസ്സിലാക്കാനുണ്ട്. യാ ഖൗമി, എൻ്റെ ജനത എന്ന് ചേർത്ത് വിളിക്കുന്നതിലൂടെ ആ ജനതയും ആ പ്രവാചകനും തമ്മിലുള്ള ബന്ധത്തെയാണ് എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളിൽപ്പെട്ട ഒരാളാണ്, എൻ്റെ ജനത എന്ന് പറയുന്നത്. യാ ഖൗം, എൻ്റെ സമൂഹമേ, എൻ്റെ ജനതയെ, അവർക്കറിയാവുന്ന, അവർക്ക് പരിചയമുള്ള എൻ്റെ ആളുകളാണ്, നമ്മൾ ഒരു കൂട്ടം ആൾക്കാരാണ്. അതൊരു സ്നേഹത്തോടു കൂടെയുള്ള വിളിയാണ്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അതിൻ്റെ തഫ്സീറിൽ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് അന്യതയോ വെറുപ്പോ കാണിക്കാതെ താൻ അവരുടെ കൂട്ടത്തിൽ പെട്ടവനാണെന്നും അവരുടെ നന്മ ആഗ്രഹിക്കുന്ന ആളാണെന്നും ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം ഈ പദം പ്രയോഗിച്ചത് എന്ന് കാണാൻ പറ്റും.
ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാണ്ട്. നമ്മളൊരു ദഅവത്ത് നടത്തുമ്പോൾ ആ ദഅവത്ത് നടത്തപ്പെടുന്നൊരു സമൂഹം ഉണ്ടല്ലോ, നമ്മൾ ആരോടാണോ ദഅവത്ത് നടത്തുന്നത് അവരെ നമ്മൾ എങ്ങനെ സമീപിക്കണം, അവരോട് നമ്മൾ എങ്ങനെ പെരുമാറണം. നോക്കൂ, നിങ്ങൾ നൂഹ് നബി അലൈഹി സ്വലാം പറയുന്നത്, ഞാൻ നിങ്ങളിൽപ്പെട്ട ഒരാളാണ്, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണ്. എന്തൊരു സ്നേഹത്തോടു കൂടെയുള്ള പ്രയോഗമാണത്. ഒരു വെറുപ്പുമില്ല, ഒരു വിദ്വേഷവുമല്ല. അതേപോലെ തന്നെ പിന്നെ ഞാനും നമ്മളൊക്കെ ഒന്നാണ്. ഈ യഖൂബ്, എൻ്റെ സമുദായമേ, എൻ്റെ ജനങ്ങളെ. അപ്പോൾ ഒരു പ്രബോധകൻ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവരെ മാറ്റി നിർത്തുകയോ അവരോട് ശത്രുത കാണിക്കുകയോ പാടില്ല. പകരം സ്നേഹവും അടുപ്പവും ഉണ്ടാക്കുന്ന വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത് എന്നെന്ത് ചെയ്യുന്നുണ്ട്, ഈ വിളി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ യാ ഖൗം എന്ന ആ ഒരു വിളിയിലൂടെ ഒരു പ്രബോധകനുണ്ടാകേണ്ട ഏറ്റവും നല്ല ഗുണം സൗമ്യനായിരിക്കണം, ആത്മാർത്ഥത ഉണ്ടാകണം, ആത്മബന്ധം ഉണ്ടാകണം, ഗുണകാംക്ഷ ഉണ്ടാകണം, ക്ഷമയുണ്ടാകണം എന്നിങ്ങനെയുള്ള ഒരുപാട് പാഠങ്ങൾ ആ വിളി മാത്രം നമുക്ക് നൽകുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നൂഹ് നബിയുടെ ഈ ചരിത്രം നമ്മൾ കേട്ട് തുടങ്ങുമ്പോൾ ഞാനെന്ന പ്രബോധകനെക്കുറിച്ച്, നിങ്ങളെന്ന പ്രബോധകരെക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ഞാനും നമ്മളൊക്കെ ആലോചിക്കണം. നമ്മളെങ്ങനെയാണ് ആൾക്കാരോട് ദാവത്ത് നടത്തുക? ദാവത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണല്ലോ. ഇപ്പോൾ നമ്മൾ മക്കളാകട്ടെ, ഭാര്യയാകട്ടെ, അയൽവാസികളാകട്ടെ, അതേപോലെ തന്നെ മറ്റുള്ള വീടുകളിൽ പോകുന്ന സമയമാകട്ടെ, ആ ദാവത്തിൻ്റെ മേഖലയിൽ നമ്മൾ പാലിക്കേണ്ട ഒരു നല്ല മര്യാദയാണ് ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിട്ടോ നൂഹ് നബി അദ്ദേഹത്തിൻ്റെ ജനങ്ങളെ വിളിക്കണം. യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. എന്താ പറയുന്നതിൻ്റെ അർത്ഥം? നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുക. അദ്ദേഹം ജനങ്ങളെ വിളിച്ച് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ദൈവവുമില്ല, അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ദൈവവുമില്ല. അപ്പോൾ നൂഹ് നബി ദഅവത്ത് തുടങ്ങുകയാണ്. നൂഹ് നബി അദ്ദേഹത്തിൻ്റെ സമൂഹം വഴിതെറ്റി നമ്മൾ പറഞ്ഞു, മനസ്സിലാക്കി. ആദം നബിയുടെ കാലം കഴിഞ്ഞ് 1000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവരിൽപ്പെട്ട മഹാന്മാരായ ആളുകളെ ആരാധിക്കുന്ന, അവരോട് പ്രാർത്ഥിക്കുന്ന, അവരോട് സഹായം ചോദിക്കുന്ന, അവരെ ഇടയാളന്മാരാക്കുന്നൊരവസ്ഥ വന്നു. തൗഹീദിൽ നിന്ന് അവർക്ക് വ്യതിയാനം സംഭവിച്ചു, തൗഹീദിൽ നിന്ന് അവർ അകന്നുപോയി. അപ്പം എന്ത് ചെയ്തു? അല്ലാഹു പ്രവാചകനായ നൂഹ് നബി അവരുടെ ഇടയിലേക്ക് അയച്ചു. ആ നൂഹ് നബി വന്നിട്ട് അവരെ വിളിച്ചു, യാ ഖൗമി, എൻ്റെ സമുദായമേ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഒന്നാമതായി നൂഹ് നബി പറയുന്നത് എന്താ? അള്ളാഹുവിനെ ആരാധിക്കണം എന്നാണ്. നൂഹ് നബി തൻ്റെ പ്രബോധനം ആരംഭിച്ചത് രാഷ്ട്രീയ വിഷയം എടുത്തുകൊണ്ടല്ല, സാമ്പത്തിക വിഷയം എടുത്തിട്ടല്ല, സാമൂഹിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് അഖീദ പഠിപ്പിച്ചിട്ടാണ്, ആദർശം പഠിപ്പിച്ചിട്ടാണ്, ആദർശം ശരിയാക്കിക്കൊണ്ടാണ് നൂഹ് നബി ദഅവത്ത് തുടങ്ങുന്നത്. അതാണ് ഒന്നാമത്തെ പാഠം. അല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു നാട്ടിൽ ചെന്നാൽ ആ നാട്ടിലുള്ള തിന്മകൾക്കെതിരെ സംസാരിച്ചു കൊണ്ടല്ല. ഏതൊരു സമൂഹവും നന്നാവുക എങ്ങനെ അറിയാമോ? നന്നാകുന്നതിൻ്റെ, ഇസ്ലാഹ് നടക്കുന്നതിൻ്റെ അടിസ്ഥാനം തൗഹീദാണ്. തൗഹീദാണ്. ആയിഷുമ്മ പറഞ്ഞില്ലേ, മുഹമ്മദ് നബി എങ്ങാനും ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന് നിങ്ങൾ കള്ളുടിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ നന്നാകുമായിരുന്നില്ല. മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തു. അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു. അപ്പം എന്താ സംഭവിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ അവർക്ക് അള്ളാഹിനെ മനസ്സിലായി. അള്ളാഹുവിനെ ഉൾക്കൊണ്ട ഒരാൾ മറ്റുള്ള പാപങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും? അകന്നു നിൽക്കും. അതുകൊണ്ട് തന്നെ ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാവരും ദഅവത്ത് നടത്തുമ്പോൾ അവരുടെ പ്രഥമ പരിഗണന എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആദ്യം അവർ ജനങ്ങളെ പഠിപ്പിക്കുന്ന എന്താണ്? ആരാധനാകർമ്മങ്ങളല്ല, അഖീദയാണ്. മനസ്സിലായില്ലേ? യാ ഖൗമി അബ്ദുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. ആ ആരാധന എന്താ? നിസ്കാരം മാത്രമല്ല, നോമ്പ് മാത്രമല്ല, മറിച്ച് അള്ളാഹു തൃപ്തിപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതുമായ മുഴുവൻ വാക്കുകളും പ്രവർത്തികളും, അത് രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതൊക്കെ ഇബാദത്താണ്. ആ ഇബാദത്ത് ആർക്ക് മാത്രമായിരിക്കണം? അള്ളാഹുവിന് മാത്രമായിരിക്കണം. നമ്മുടെ നേർച്ച, നമ്മുടെ വഴിപാടുകൾ, അതേപോലെ തന്നെ ബലിയറുക്കുന്നത്, നമ്മൾ സുജൂദ് ചെയ്യുന്നത്, ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിന് മാത്രമായിരിക്കണം. മനസ്സിലായില്ലേ? അതാണ് യാ ഖൗമി അബ്ദുല്ലാഹ്, എൻ്റെ സമൂഹമേ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നൂഹ് നബി അവരോട് പറയാണ്, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പണി ഉണ്ടല്ലോ, ഈ മഹാന്മാരായ ആളുകളുടെ രൂപമൊക്കെ ഉണ്ടാക്കി അവരുടെ മുമ്പിൽ നടത്തുന്ന ഈ ആരാധന, ഈ ഇബാദത്ത്, അത് ശരിയല്ല. ഇബാദത്തിന് യഥാർത്ഥത്തിൽ അർഹനാരാ? അള്ളാഹു മാത്രമാണ്, പടച്ചോ മാത്രമാണ്. അവനല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനുമില്ല, അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ദൈവവുമില്ല എന്ന് വളരെ കൃത്യമായി ക്ലിയർ ആയിട്ട് നൂഹ് നബി എന്ത് ചെയ്യണം? അവരെ പഠിപ്പിക്കണം. നൂഹ് നബി അദ്ദേഹത്തിൻ്റെ ജനത അള്ളാഹുവിനെ പൂർണ്ണമായി നിഷേധിച്ചവരല്ല.
അല്ലേ? യാ ഖൗമി അബ്ദുല്ലാ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനുമില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അല്ലാഹുവിനെ അറിയാം, അവർക്ക് അല്ലാഹുവിനെ അറിയാം. അവർ മഹാന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കിയത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ടല്ല അവരെന്ത് ചെയ്തത്, അവർ ഇബാദത്ത് ചെയ്യുന്നത്, മറിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയായിട്ടാണ്. വിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും മക്കാ മുശ്രിക്കുകളുടെയൊക്കെ വിശ്വാസം പഠിപ്പിച്ചത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവർ പിന്നെ സുൽഫത്തിന് വേണ്ടി, അടുപ്പമുണ്ടാകാൻ വേണ്ടിയാണ്, സാമീപ്യം ലഭിക്കാൻ വേണ്ടിയാണ് ഈ ഇടയാളന്മാരെ വെക്കുന്നത്. അപ്പം അത് പാടില്ല, അതിൻ്റെ ആവശ്യമില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഒരു ഇടയാളൻ്റെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ റബ്ബിനോട് നേരിട്ട് എന്ത് ചെയ്യാ പറയാം. ഇത് നമ്മളും പഠിക്കേണ്ട പാടാണ്. എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട്, നല്ലവരായ സഹോദരങ്ങളോട്, സഹോദരികളോട് സ്നേഹത്തോടു കൂടെ പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയാകട്ടെ നമ്മൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം. അള്ളാഹു അല്ലാത്ത ഒരാളോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. മൊഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, മുനമ്പത്ത് ബിവിയെ രക്ഷിക്കണേ. ഇങ്ങനെ മരണപ്പെട്ടു പോയതും ജീവിച്ചിരിക്കുന്നതുമായ പല ആളുകൾക്കും മഹത്വം കൽപ്പിക്കുന്ന അവരൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത ആൾക്കാരാണ്, അവരിലൂടെ മാത്രമേ നമുക്ക് പടച്ചോനിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്ന, വിശ്വസിക്കുന്ന, അംഗീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വിശ്വാസം തെറ്റാണ്, ആ വിശ്വാസം ശരിയല്ല. അവരൊക്കെ നല്ല ആൾക്കാരായിക്കാരം, പക്ഷേ അള്ളാഹുവോട് ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവരൊന്നും ആവശ്യമില്ല. ഏതൊരു മനുഷ്യനും എവിടെ വെച്ചും എപ്പോഴും എങ്ങനെ എന്ത് ചെയ്യുക, അള്ളാഹുവിനെ ആരാധിക്കുക. അതിന് പണത്തിൻ്റെ ചിലവില്ല, ചന്ദനത്തിരി വേണ്ട, തേങ്ങ എറിഞ്ഞുടക്കണ്ട, മനസ്സിലായി, ഏതെങ്കിലും ദർഗകളിൽ പോകേണ്ട ആവശ്യമില്ല. മറിച്ച് എന്ത് ചെയ്യുക, അള്ളാഹുവിനോട് ഏത് ഇരുട്ടിലും ഏത് വെളിച്ചത്തിലും നമുക്ക് പ്രാർത്ഥിക്കാം. ഒറ്റക്ക് പ്രാർത്ഥിക്കാം, ആൾക്കൂട്ടത്തിൽ പ്രാർത്ഥിക്കാം, വിജനതയിൽ പ്രാർത്ഥിക്കാം. വിജനമായൊരു സ്ഥലത്ത് അല്ലാഹ് മതി നമുക്ക്. അവിടെ അള്ളാഹു അല്ലാത്ത ആരെയും വിളിച്ചു, ജിന്നിനെ വിളിക്കാൻ പാടില്ല, മലക്കിനെ വിളിക്കാൻ പാടില്ല. അതൊക്കെ അള്ളാഹു പാടില്ല എന്ന് പഠിപ്പിച്ച കാര്യമാണ്. എവിടെ വെച്ചും ഏത് സമയത്തും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരെയാ, അള്ളാഹുവിനോട് മാത്രമാണ്. അതാണ് നൂഹ് നബിയുടെ ഈ ദഅവത്തിൽ നിന്ന് ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ട പാഠം. മനസ്സിലായില്ലേ? എന്നിട്ട് മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലേ? മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. ശരിക്കും ഈ ആയത്തിൽ, ഈ വാചകത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ കലിമയുടെ രണ്ട് റുക്നുകൾ, തൂണുകൾ അടങ്ങിയിട്ടുണ്ട്. എന്താണത്? ഒന്ന് നഫിയാണ്, മറ്റൊന്ന് ഇസ്ബാത്താണ്. എന്താ നഫി എന്ന് പറഞ്ഞാൽ നിഷേധിക്കലാണ്. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാത്ത എല്ലാ വ്യാജ ദൈവങ്ങളെയും മധ്യവർത്തികളെയും നിഷേധിക്കുക. അപ്പം അവരെന്ത് ചെയ്തു? അവർ മഹാത്മാക്കളായ ആളുകളുടെ രൂപമുണ്ടാക്കി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മധ്യവർത്തികളാക്കി, അതിനെ നിഷേധിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല. ലോകത്ത് ആരെയൊക്കെ ആരാധിക്കുന്നുണ്ട് അവരൊക്കെ നിഷേധിക്കണം ഒരു മുസ്ലിം. അതൊന്നും ആരാധ്യന്മാർ, അതാണ് നിഷേധം. നഫി എന്ന് പറഞ്ഞാൽ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ ഒരാരാധ്യനുമില്ല. എന്താണ് ഇസ്ബാത്ത്? എന്താ? അബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ, അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റുക്നുകൾ. നഫിയും അതേപോലെ തന്നെ ഇസ്ബാത്തും അതിൽ കടന്നു വന്നിട്ടുണ്ട്. പിന്നെ നോക്കൂ നിങ്ങൾ, അഫലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ല, ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞാണ് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, നിങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ നാഥൻ അള്ളാഹു മാത്രമാണെന്ന് അറിയാമെന്നിരിക്കെ, അവർക്കറിയാം പടച്ചോനാണ്, അള്ളാഹുവാണ് സൃഷ്ടാവ്, ഖാലിഖ്, ഇതൊക്കെ അവർക്കറിയാം. എന്നിട്ട് അവർ അള്ളാഹുവിലേക്ക് അടുക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഈ ആളുകളിലൂടെ ശ്രമിക്കുന്നത്. അപ്പോൾ ഇമാം തൊബരി പറയുന്നത് എന്താ? ഇമാം തൊബരി പറയുന്നത്, അള്ളാഹുവാണ് നിങ്ങളുടെ സൃഷ്ടാവ് എന്ന് അറിയും. അത് അറിഞ്ഞുകൊണ്ട് മറ്റു വ്യാജ ദൈവങ്ങളെ ആരാധിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ വരാനിരിക്കുന്ന കോപത്തെയും ശിക്ഷയെയും നിങ്ങൾ ഭയപ്പെടുന്നില്ലേ എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നത് എന്നാണ് ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇമാം ഖുർത്തുബി ആ വാചകത്തെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞത്, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ ആരാധിക്കുന്നത് വഴി ഉണ്ടാകുന്ന വിനാശകരമായ പരിണിത ഫലത്തെക്കുറിച്ച് ചിന്തിക്കാനും സത്യവിശ്വാസം സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള താക്കീതാണ് അഫലാ തത്തഖൂൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇമാം ഖുർത്തുബി അങ്ങനെയാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ തത്തഖൂൻ, തഖ്വ എന്ന് പറഞ്ഞാൽ, ആ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ ചില കർമ്മങ്ങൾ ചെയ്യൽ മാത്രമല്ല. ഏറ്റവും വലിയ തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഷിർക്കിൽ നിന്ന് മാറി നിൽക്കലാണ്, ഷിർക്ക് ഒഴിവാക്കലാണ്. അതാണ് ഏറ്റവും വലിയ തഖ്വ. അഫലാ തത്തഖൂൻ, നിങ്ങൾ ഒഴിവാകുന്നില്ലേ, നിങ്ങൾ സൂക്ഷ്മത കാണിക്കുന്നില്ലേ? എന്താണ് ഈ സൂക്ഷ്മത? എന്താ? അള്ളാഹു കൽപ്പിച്ച തൗഹീദ് സ്വീകരിക്കുക, അള്ളാഹു വിരോധിച്ച ഷിർക്കിൽ നിന്ന് അകന്നു നിൽക്കുക. അതാണ് ഏറ്റവും വലിയ തഖ്വ.
അതേപോലെ തന്നെ ഭയവും പ്രതീക്ഷയും സമന്വയിപ്പിക്കണം. അള്ളാഹുവിൻ്റെ കരുണയെക്കുറിച്ച് പ്രതീക്ഷ ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടി ഉണ്ടാകണം. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. തഖ്വക്ക് പല നിർവചനങ്ങളും പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാ, നൂഹ് നബി വന്നു, അദ്ദേഹത്തിൻ്റെ സമൂഹത്തെ വിളിച്ച് പറയാ ഖൗമി അബ്ദുല്ലാ, എൻ്റെ സമുദായങ്ങൾ അള്ളാഹിനെ ആരാധിക്കണം കേട്ടോ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനുമില്ല. അഫലാ തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ എന്ന ചോദ്യം. ആ ചോദ്യത്തിൽ നിന്ന് തൗഹീദിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ, ഷിർക്കിൽ നിന്ന് മാറി നിൽക്കാനാണ് വിശ്വാസികളായ ആളുകൾ പഠിക്കേണ്ടത്. ഇനി നോക്കൂ നിങ്ങൾ, ലോകത്തേക്ക് കടന്നു വന്ന നൂഹ് നബി മാത്രമല്ല, എല്ലാ നബിമാരും അവരൊക്കെ പഠിപ്പിച്ച തൗഹീദാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അംബിയയിലെ 25-ാമത്തെ ആയത്താണ്. ഇതാണ് എല്ലാ പ്രവാചകന്മാരുടെയും ദഅവത്തിൻ്റെ അസ്ല്, അടിത്തറ. ആദ്യത്തെ പണി ഇതാണ്, ജനങ്ങളെ തൗഹീദിലേക്ക് വിളിക്കുക. അപ്പോൾ തൗഹീദുൽ ഉലൂഹിയത്ത് എന്താണ്? അള്ളാഹുവാണ് സൃഷ്ടാവ്, റബ്ബ് എന്ന് അംഗീകരിച്ചത് കൊണ്ട് മാത്രം ഒരാൾ എന്ത് ചെയ്യില്ല, സത്യവിശ്വാസി ആകൂല എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. കാരണം അവർക്ക് പടച്ചോനെ അറിയാം. അവർ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് ഈ മഹാന്മാരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയത്. വദ്ദിനെയും സുബായിനെയും യഊഖിനെയും യസ്റിനെയും ഒക്കെ അവരാരാധിച്ചത് എന്തിനാ? അള്ളാഹു ഇല്ലാത്തതിൻ്റെ പേരിലല്ല, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തൗഹീദുൽ ഉലൂഹിയത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ഒരാളുടെ തൗഹീദ് ശരിയാക്കുള്ളൂ. റുബൂബിയത്ത് മാത്രം ഉണ്ടായാൽ പടച്ചോനാണ് ഖാലിഖ് റാസിഖ് എന്നൊരാൾ വിശ്വസിച്ചു, അതുകൊണ്ട് അവരുടെ തൗഹീദ് ശരിയാകൂല. അങ്ങനെയാണെങ്കിൽ മക്ക മുശ്രിക്കുകൾ നമ്പർ 1 മുസ്ലിങ്ങളാണ്, മുഅ്മിനുകളാണ്. കാരണം എന്താ? വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ എന്താ അവരുടെ മറുപടി? അള്ളാഹുവാണെന്നാണ്. ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി എന്താ? അള്ളാഹുവാണെന്നാണ്. ആരാണ് വാനലോകത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് അവരുടെ മറുപടി എന്താ? അള്ളാഹുവാണെന്നാണ്. അവർ തൗഹീദ് റുബൂബിയത്ത് അംഗീകരിച്ചിട്ടുണ്ട്. റുബൂബിയത്ത് കൊണ്ട് മാത്രം ഒരാൾ എന്ത് ചെയ്യില്ല, ഒരാൾ മുസ്ലിം ആകൂല. അയാൾക്ക് എന്ത് വേണം? അയാൾ ഉലൂഹിയത്ത് കൂടെ അംഗീകരിക്കണം. അയാൾ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കണം. അള്ളാഹുവിൽ എന്ത് ചെയ്യാൻ പാടില്ല, പങ്കു ചേർക്കാൻ പാടില്ല എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഷിർക്കിൻ്റെ ഗൗരവം, അതിൻ്റെ വ്യാപ്തി ഈ ആയത്ത് നമ്മൾ പഠിക്കണം. നൂഹ് നബി തൻ്റെ ജനങ്ങളെ വിഗ്രഹങ്ങളെ നൂഹ് നബിയുടെ ജനത വിഗ്രഹങ്ങളെ സൃഷ്ടാക്കളായി കണ്ടിരുന്നില്ല, മറിച്ച് അള്ളാഹുവിലേക്ക് എത്തിക്കാനുള്ള ശുപാർശകരായിട്ടാണ് കണ്ടത്. അത്തരം ചിന്തകളെ ഈ ആയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പൂർണ്ണമായി തള്ളിക്കളയുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലുണ്ട് കുറേ ആൾക്കാർ അങ്ങനെ അല്ലേ, വലിയ മഹത്തുക്കളാണ്, അവർ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയാണ്, അവരിലൂടെയാണ് അള്ളാഹുവിലേക്ക് നമ്മൾ എത്തുക. നൂഹ് നബിയുടെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ അതേ വാദം പറയുന്ന ആൾക്കാർ ഇന്ന് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നഊദുബില്ലാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മാമ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ അയൽവാസികൾ ആ തെറ്റായ വിശ്വാസത്തിലില്ല എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പുവരുത്തണം. അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ വളരെ ലളിതമായ ഒരായത്തിലൂടെ വലിയ ഒരാശയം നമ്മുടെ അസ്ൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അള്ളാഹു നൂഹ് നബിയെ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലേക്ക് നിയോഗിച്ചു. എന്തിനാണ് നിയോഗിച്ചത്? ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ്, എൻ്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അവനല്ലാതെ നിങ്ങൾക്കൊരു ദൈവവുമില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ആയത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം പഠിക്കുക, നമ്മൾ തൗഹീദുള്ളവരാവുക, തൗഹീദിലേക്ക് മറ്റുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുക, നൂഹ് എന്ന് പറയുന്ന പ്രവാചകനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ, മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദുള്ളവരായി ജീവിക്കാൻ, തൗഹീദിൽ നിന്ന് വ്യതിചലിക്കാതെ മരണം സംഭവിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് വിശ്വാസികളായ ആളുകളെ സ്വർഗത്തിലേക്ക് അള്ളാഹു ആനയിക്കുമ്പോൾ ആ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.